വെൽക്കം ടു IPL ന്യൂസ്. ഇന്നലെ നടന്ന ബാംഗ്ലൂർ ഹൈദരാബാദ് മത്സരത്തിൽ ടോസ് നേടിയ ബാംഗ്ലൂർ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. അഭിഷേകും ഹെഡും ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് തകർത്തടിച്ചുകൊണ്ടായിരുന്നു തുടങ്ങിയത്. 3.5 ഓവറിൽ 54 റൺസാണ് ഇരുവരും ചേർന്ന് നേടിയത്. 17 ബോളിൽ 34 റൺസ് എടുത്ത് അഭിഷേക് പുറത്തായി. തൊട്ടു പിന്നാലെ 10 ബോളിൽ 17 റൺസ് എടുത്ത് ഹെഡും പുറത്തായി. ഇഷാൻ കിഷൻ ആയിരുന്നു കളിയുടെ ഗതി തന്നെ മാറ്റിവിട്ടത്. ഒരു മുഴുനീള ഇന്നിംഗ്സ് ആയിരുന്നു ഇഷാൻ കിഷൻ കാഴ്ചവെച്ചത്. കളി അവസാനിക്കുമ്പോൾ 48 ബോളിൽ 94 റൺസാണ് ഇഷാൻ കിഷൻ അടിച്ചെടുത്തത്. ക്ലാസൻ 29, അനികേത് വർമ്മ 26. ഹൈദരാബാദ് ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ 232 ബാംഗ്ലൂരിന്റെ വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ബാംഗ്ലൂരിന് ഗംഭീര തുടക്കമായിരുന്നു കോഹ്ലിയും സോൾട്ടും നൽകിയത്. 70 റൺസിന്റെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്. 43 റൺസ് എടുത്ത് കോഹ്ലി പുറത്തായി. സോൾട്ട് അപ്പോഴും തകർത്തടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അടുപ്പിച്ച് 3 വിക്കറ്റുകൾ വീണതാണ് ബാംഗ്ലൂരിന് തിരിച്ചടിയായത്. പടിദാർ റൺഔട്ട് ആവുകയും ഒപ്പം ജിതേഷ് ശർമ്മയും കൂടെ റൊമാരിയോ ഷെപ്പേർഡ് 0-ന് പുറത്താവുകയും കൂടി ചെയ്തതോടെ ബാംഗ്ലൂർ പരാജയം ഉറപ്പിച്ചു. ഒടുവിൽ കളി അവസാനിക്കുമ്പോൾ 189-ന് ബാംഗ്ലൂർ ഓൾ ഔട്ട് ആവുകയായിരുന്നു. 42 റൺസിന്റെ വിജയമാണ് ഹൈദരാബാദ് നേടിയത്. ഇതോടെ പോയിന്റ് ടേബിളിൽ ബാംഗ്ലൂർ 2ാം സ്ഥാനത്ത് നിന്നും 3ാം സ്ഥാനത്തേക്ക് വീണു. ഇന്ന് IPL പഞ്ചാബ് ഡൽഹി മത്സരമാണ്. പഞ്ചാബ് ഈ മത്സരം വിജയിച്ചാൽ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്തേക്ക് എത്താം. ആരാവും ഇന്നത്തെ വിജയി? നിങ്ങളുടെ പ്രഡിക്ഷൻ അത് കമന്റിലൂടെ അറിയിക്കും.